നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്തെ എഞ്ചിനീയറിംഗ്, മെഡിസിൻ പ്രവേശന പരീക്ഷകളായ നീറ്റ്, JEE എന്നിവയിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന ശുപാർശ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ വിദഗ്ധ സമിതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതിൽ ചിലതൊക്കെ തന്നെ വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ് എന്ന് പറയുമ്പോഴും ചിലതിലേക്കൊക്കെ തന്നെ നെറ്റിച്ചുളിക്കുകയാണ് വിദഗ്ധർ. അതിൽ ചിലത് ഇവയൊക്കെയാണ്. അതായത് ബോർഡ് പരീക്ഷയിലേക്ക് ശ്രദ്ധ തിരിക്കുക, +2 ബോർഡ് പരീക്ഷയുടെ മാർക്കിന് 50% വെയിറ്റേജ് നൽകുക, അതുപോലെ തന്നെ സ്കൂൾ സിലബസിലേക്ക് തിരിക്കുക. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഒരല്പം ആശങ്ക നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. അതായത് അവയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളത്. എന്തൊക്കെയാണ് ഈ നിർദ്ദേശങ്ങൾ? ക്രമക്കേടുകൾ മറികടക്കുവാൻ എത്രത്തോളം പര്യാപ്തമാണ് ഈ നിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ നമുക്ക് നമ്മുടെ നാട്ടിൽ വളരെ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന ZEPHYRE എന്ന എൻട്രൻസ് കോച്ചിങ് സെൻ്ററിൻ്റെ ചെയർമാനും അധ്യാപകനുമായ ശ്രീ സുനിൽകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം സർ. ടോക്കിംഗ് പോയിന്റ്. ഈ നിർദ്ദേശങ്ങളെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ +2 മാർക്കിലേക്ക് 50% വെയിറ്റേജ് വരുന്നു. നേരത്തെ ഇത് യോഗ്യതാ മാർക്ക് അല്ലെങ്കിൽ പാസ്സാവുക എന്നുള്ളത് മാത്രമായിരുന്നല്ലോ. ഇപ്പോൾ അത് 50% വെയിറ്റേജ് എന്ന് വരികയാണ്. ഇത് പക്ഷേ എത്രത്തോളം ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഓരോ സംസ്ഥാനത്തും ക്വസ്റ്റ്യൻ ഇടുന്നതിൻ്റെ കണ്ടൻറ്റുകൾ വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ അത് ചിലയിടത്ത് ടഫായിട്ടിടും, ചിലയിടത്ത് ലിബറലായിട്ടിടും, ചിലയിടത്ത് വളരെ ലോ ആയിട്ടിടും. ഓരോ സംസ്ഥാനത്തെയും +2 പരീക്ഷകൾ ഇപ്പം കേരളത്തിൻ്റെ അകത്ത് ഇടുന്ന പോലെ ആയിരിക്കില്ല തമിഴ്നാട്ടിലിടുന്നത്, തമിഴ്നാട്ടിലിടുന്ന പോലെ ആയിരിക്കില്ല ഗുജറാത്തിലിടുന്നത്, അതായിരിക്കില്ല ബീഹാറിൽ. എനിക്കൊന്നും ഇപ്പോൾ ഈ പ്രവേശന പരീക്ഷകളും മത്സര പരീക്ഷകളും ഒക്കെ തന്നെ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയതോടുകൂടി ഓരോ സംസ്ഥാനത്തെയും വിദ്യാഭ്യാസ മന്ത്രാലയങ്ങൾ അവരവരുടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വെയിറ്റേജ് കിട്ടിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് ലിബറലായിട്ട് മാർക്ക് കൊടുക്കുകയും അഡ്മിഷൻ കിട്ടണം എന്നവർ വിചാരിക്കും. അപ്പോൾ അവർ നാളെ വിചാരിക്കും എല്ലാ കുട്ടികൾക്ക് 95 മുകളിൽ മാർക്ക് കൊടുക്കാം. വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെയാണ് ഈ പേപ്പർ വാല്യൂ എന്ന സ്ഥലത്ത് വേണമെങ്കിലും ഒരു അഴിമതി ഉണ്ടാവാം. ആ അധ്യാപകനെ ചെന്ന് കണ്ടെത്തിയിട്ട് എൻ്റെ കുട്ടിക്ക് 1 കോടി രൂപ കൊടുത്ത് MBBS വാങ്ങിയതിനെക്കാട്ടിലും എളുപ്പമാണ് 10,000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കൊടുത്ത് ഈ പേപ്പർ ഒന്ന് പിടിച്ചാൽ പോരെ. അപ്പോൾ അതിന് ഭയങ്കരമായി ഇതിനെക്കാട്ടിലും മാൽ പ്രാക്ടീസ് ഉറപ്പായിട്ട് സംഭവിക്കും. ഇല്ലെങ്കിൽ ഇന്ത്യ ഒട്ടുക്കാக ഒരു സിലബസ് ഉണ്ടാകണം. +2 +1 എല്ലാം ഒറ്റ സിലബസാണ്. അങ്ങനെ ആയാൽ ശരി പറയാം, നമുക്ക് ഇതിനനുസരിച്ചാണ് മാർക്ക് കൊടുക്കുന്നു എന്ന് പറയാൻ പറ്റും. അതിപ്പോൾ ഇടക്കാലത്തൊന്നും നടക്കുന്ന കാര്യങ്ങളുമല്ല. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും കൂടെ പറ്റാത്തൊരു കാര്യമാണിത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മാർക്ക് കൊടുക്കുന്ന കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാറ് മറ്റ് സ്റ്റേറ്റ്സിലെയും രീതികളൊക്കെ തന്നെ എന്തായാലും അറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്ക് കിട്ടുന്നുണ്ട്, നന്നായി കിട്ടുന്നുണ്ട്. ഉറപ്പായിട്ട് അവരുടെ ബോർഡ് എക്സാം വെച്ചിട്ട് ഇപ്പം കീം നടത്തുന്നുണ്ട്. അതെ, CBSEക്ക് ഇപ്രാവശ്യം മാർക്ക് കുറവായിരുന്നു. CBSEക്കാർ വളരെയേറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, വളരെ ആശങ്കയുണ്ടാവും. പക്ഷെ അവർ എൻട്രൻസിന് മുമ്പിലുമാണ്. പക്ഷെ എന്നിട്ട് അവർക്ക് റാങ്ക് കിട്ടിയിട്ടില്ല, അവർ റാങ്ക് പുറകിലാണ്. അതപ്പോ ആ കുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? അയാൾ ശരിക്കും വർക്ക് ചെയ്തു. ബോർഡ് എക്സാം നോക്കിയിടത്തുണ്ടായ തെറ്റാണ്. ഇനിയിപ്പോ എല്ലാ കുട്ടികളും ഒരേ സിലബസിൽ പഠിച്ചിരുന്നെങ്കിൽ ഈ കുറ്റം ഉണ്ടാവില്ലായിരുന്നു. അത് നമ്മുടെ കുറ്റമോ പാരന്റിന്റെ കുറ്റമോ കുട്ടിയുടെ കുറ്റമല്ല, അത് ഗവൺമെന്റിന്റെ കുറ്റമാണ്. ഗവൺമെന്റ് പറയണം എല്ലാം ഒരു സിലബസ് മതിയെന്ന്. എത്ര നോർമലൈസ് ചെയ്താലും അതിൻ്റെ അകത്ത് ചെറിയ ലൂപ്പ് ഹോളുകളുണ്ട്, ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് അതിൽ അങ്ങേക്ക് യോജിപ്പില്ല. അതിന് പകരം മറ്റെന്തെങ്കിലും ആയിരിക്കാം. ഇനി മറ്റൊരു നിർദ്ദേശത്തെക്കുറിച്ച് ഞാൻ പറയാം. എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളെ നിയന്ത്രിക്കുക എന്നതാണെന്ന് തോന്നുന്നു. അതായത് എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നൊരു നിർദ്ദേശം വന്നിരിക്കുകയാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്? എൻട്രൻസ് ഇപ്പം ഈ നമ്മുടെ നാട്ടിൽ തന്നെ UPSC പരീക്ഷ നടത്തുന്നുണ്ട്. അവർ പലയിടത്തും കോച്ചിങ്ങിന് പോയിട്ടാണ് ഈ കുട്ടികൾ IAS-നും IPS ഒക്കെ കിട്ടിപ്പോകുന്നത്. അപ്പോൾ അതൊരു കുറ്റമായിട്ട് കാണുന്നില്ല. ബട്ട് അവർക്കൊരു കാര്യം ചെയ്യാം. ഒരു കോച്ചിങ് സെൻറ്റർ കോമൺ ആയിട്ട് സിസ്റ്റം ഉണ്ടാക്കുക. ഒരു കോച്ചിങ് സെൻറ്ററിന് ഇത്ര കുട്ടികളെ പാടുള്ളൂ. ഇതിൻ്റെ അപ്പുറം ആയിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ ഈ കൂടുതൽ എണ്ണമുള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടാകുന്നത്. ആ കുട്ടികളെ നോക്കാൻ പറ്റുന്നില്ല, അയാൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗവനിക്കാൻ പറ്റുന്നില്ല. ആ കുട്ടികൾ എന്തേലും പല സ്ഥാപനങ്ങളും ചെയ്യുന്നത് ഒരു 100-200 കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് റാങ്കിന് വേണ്ടി മാറ്റിവെക്കും. മറ്റു കുട്ടികളൊക്കെ എവിടെ പോയാലും അവർക്ക് കുഴപ്പമില്ല, എന്ത് കിട്ടിയാലും ശരി, കിട്ടിയില്ല. പാരൻ്റ് അവരെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയത്തില്ല, എൻ്റെ കുട്ടിക്ക് കുഴപ്പമില്ല, എൻ്റെ കുട്ടിയുടെ കുറ്റം കൊണ്ടാണ് ഇതൊന്നും കിട്ടാത്തതെന്ന് പറയും. പക്ഷേ ഈ 200 കുട്ടികളെ മാറ്റിയിട്ടിട്ട് അവർ നന്നായിട്ട് പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികൾക്ക് തീർച്ചയായിട്ടും റാങ്ക് കിട്ടും. പക്ഷേ ബാക്കി 50,000 കുട്ടികൾ എന്തായെന്ന് ആരും ചിന്തിക്കാറില്ല.